നെല്ലിക്ക തീറ്റി തീർന്നു. ഉളുപ്പുണ്ടോ? ഞങ്ങൾക്ക് നേരത്തെ നമ്മൾ പണ്ട് ഞങ്ങൾ ഈ സ്കൂളിൽ കൊച്ചിലെ 5ാം ക്ലാസ്സിലൊക്കെ എങ്ങനെ വന്നു ആ ഒരു അനുഭവം തന്നെയാണ് നമുക്ക് തോന്നുന്നത്. പണ്ട് സ്കൂളിൽ വന്ന അതേ സന്തോഷം ഇപ്പം പണ്ടൊക്കെ തോന്നുകയും ചെയ്യും. സ്കൂളിൽ വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് മഴയും നനഞ്ഞും കൊണ്ട് വരുന്നില്ലേ, ആ ഒരു ഫീലിംഗ് ആയിരുന്നു നമുക്ക് ക്ലാസ്സിലോട്ട് കയറിയിട്ടുണ്ട്. അയൽക്കൂട്ടം നമുക്ക് നൽകുന്ന ശക്തികൾ എന്തൊക്കെയാണ്? പരസ്പര പിന്തുണ ഉണ്ടോ? അതോ എല്ലാരും ഒറ്റയ്ക്ക് നിന്ന് അല്ല, പരസ്പരമായ പിന്തുണയുണ്ട്. ഏതൊക്കെ രീതിയിലാണ് പരസ്പര പിന്തുണയുള്ളത്? വൈകാരികമായ രീതിയിലുണ്ട്, സാമ്പത്തികമായ രീതിയിലുണ്ട്, സാമൂഹികമായ രീതിയിലുണ്ട്, അല്ലേ? അല്ലാത്തവരെല്ലാം ഉണ്ടോ? ഇല്ല. ഇപ്പൊ നല്ല ജനപങ്കാളിത്തമാണ് നമുക്ക് ഇതിൽ ഏറ്റെടുത്താക്കുന്നത്. നമ്മളെ കുടുംബശ്രീ അംഗങ്ങൾ 4717 പേരാണ് നമ്മളെ പൂതക്കുളം പഞ്ചായത്തിലുള്ളത്. സ്ത്രീകള് ചേച്ചിമാരെല്ലാം ശാക്തീകരിക്കപ്പെട്ടു എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് സത്യത്തിൽ ഇന്നിവിടെ. ഇന്ന് രാവിലത്തെ മഴ കണ്ടപ്പോഴത്തേക്കും ഇന്ന് പങ്കാളിത്തം വളരെ കുറവായിരിക്കും എന്ന് ഞാൻ ചെയർപേഴ്സൺ സഹിതം നമ്മൾ സംസാരിച്ചതാണ്. പക്ഷെ എന്നത്തെ കഴിഞ്ഞ് കൂടുതലാണ് ഇന്നത്തെ പങ്കാളിത്തം. അതിന് വളരെ വലിയ റെസ്പോൺസ് ആണ് നമ്മുടെ കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ പൂതക്കുളം ഗ്രാമപഞ്ചായത്തിൽ വളരെ വളരെ ആവേശത്തോടു കൂടിയാണ് ഓരോ കുടുംബശ്രീ അംഗവും ഈ തിരികെ സ്കൂളിലേക്ക് എന്ന. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കൊല്ലത്ത് പരവൂരിനടുത്തുള്ള പൂതക്കുളം പൂളിലാണ്. ഇവിടെ വന്ന് ഇന്ന് ഈ കാഴ്ച കണ്ടതിൽ എനിക്ക് വളരെയധികം ഒരു സന്തോഷമുണ്ട്. നല്ല ക്ലാസ്സുകളാണ് എടുക്കുന്നവരായാലും എല്ലാവരും നല്ല ട്രെയിനിങ് കിട്ടിയിട്ടാണ് അവർ ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പം കണ്ടുകൊണ്ട് നിൽക്കാനൊക്കെ നല്ലൊരു രസമുണ്ടായിരുന്നു. അതിൽ ഒരുപാട് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പ്രായമുള്ള അമ്മമാർ, അമ്മുമ്മമാർ, മുത്തശ്ശിമാർ, അങ്ങനെ എല്ലാവരും ഒരു കൊച്ചു കുട്ടിയെപ്പോലെ ബാഗും ഒരു സ്കൂൾ വാട്ടർ ബോട്ടിലും എല്ലാമൊക്കെ ആയിട്ട് വന്ന് ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാനായിട്ടിരിക്കുന്ന കാഴ്ചയും, ആ മഴയത്ത് രാവിലെ അസംബ്ലിയൊക്കെ ഉണ്ടായിരുന്നു. ആ അസംബ്ലി നമുക്ക് ഏതായാലും നല്ലതുപോലെ ഇത് എടുക്കാൻ പറ്റില്ല, കാര്യം നല്ല മഴയായിരുന്നു. അപ്പോൾ ആ മഴ ആയതുകൊണ്ട് നമുക്ക് അസംബ്ലി ഒന്നും നല്ലപോലെ അത് ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല, ഇത് നടത്താനും പറ്റിയില്ല. അത് നടത്തിയെന്ന് വെച്ചാൽ ആ മഴയത്ത് ഗ്രൗണ്ടിൽ ഇറക്കിയ അസംബ്ലി ഒന്നും നടത്താൻ പറ്റത്തില്ലല്ലോ മഴയായതുകൊണ്ട്. അപ്പം നല്ലൊരു അനുഭവമായിരുന്നു നമുക്ക് ഇന്ന് ഇങ്ങനെ ഈ ഒരു കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയത്. തിരികെ ആ പഴയ ഒരു കാലഘട്ടത്തിൽ കുട്ടികളൊക്കെ എങ്ങനെ പോയോ അതുകൊണ്ടൊക്കെ വന്ന് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ക്ലാസ്സിലിരിക്കുന്നതും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതും ഒക്കെ കാണാൻ. നമ്മുടെ തിരികെ സ്കൂളിലേക്ക് എന്നുള്ള ക്യാമ്പയിനാണ് ഈ സ്കൂളിൽ നടക്കുന്നത്. നമ്മൾ 3 വാർഡുകൾ, അതായത് 4, 5, 18 എന്നീ വാർഡുകളാണ് നമ്മൾ സംയോജിപ്പിച്ച് ഈ ഒരു പരിപാടി നടത്തുന്നത്. കൂടാതെ ഇന്ന് മഴയായിട്ട് പോലും ഇത്രയും പങ്കാളിത്തം ഉണ്ടായി. നമ്മൾ 10 ക്ലാസ്സാണ് അറേഞ്ച് ചെയ്തിരുന്നത്. പക്ഷെ 3 ക്ലാസ്സും കൂടെ നമ്മൾ എക്സ്ട്രാ ഇടേണ്ടി അത്രയ്ക്ക് ജനപങ്കാളിത്തം ഉണ്ടായി. അതായത് നമ്മളെ കുടുംബശ്രീയെ എല്ലാ കുടുംബശ്രീ അംഗങ്ങളും ഒന്നുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. അപ്പൊ നല്ല ജനപങ്കാളിത്തമാണ് നമുക്ക് ഇതിൽ ഏറ്റെടുത്താക്കുന്നത്. നമ്മളെ കുടുംബശ്രീ അംഗങ്ങൾ 4717 പേരാണ് നമ്മളെ പൂതക്കുളം പഞ്ചായത്തിലുള്ളത്. അതിൽ ഏകദേശം നമ്മളിപ്പോൾ 9 വാർഡാണ് കവർ ചെയ്തിരിക്കുന്നത്. എങ്കിൽ പോലും നമുക്ക് 5, 6 വാർഡുകൾ കവർ ചെയ്യണമെന്ന് നമുക്കുണ്ടായിരുന്നു. പക്ഷെ അതിൽ കൂടുതൽ പങ്കാളിത്തം വരുന്നത് കൊണ്ട് നമ്മൾ 3, 4 വാർഡുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. സാമൂഹിക സ്വാധീനം ഏതൊക്കെ രീതിയിലാണ്? സ്ഥാപനങ്ങൾ വഴി. ഏതൊക്കെ സ്ഥാപനങ്ങൾ വഴി? പഞ്ചായത്ത്, ബാങ്ക്, പിന്നെ വില്ലേജ്, പല രീതിയിലുണ്ട് സ്ഥാപനങ്ങൾ വഴി, അല്ലേ? അടുത്തത് സാമ്പത്തികം. എന്തൊക്കെ സാമ്പത്തികമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? നമ്മള് കുടുംബശ്രീ ചേർന്നത് തന്നെ എന്തിനാണ്? ആദ്യം തന്നെ പറഞ്ഞതാണ് കുടുംബശ്രീ ചേർന്നതേ ലോൺ എടുക്കാനാണെന്ന്. അതിൽ ഒരമ്മ മാത്രമാണ് പറഞ്ഞത് ഞാൻ കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് ചേർന്നതെന്ന്, അല്ലേ? അതാണ് ലോണ്. ലിങ്കേജ് ലോൺ ഉണ്ട്, പിന്നെന്തുണ്ട്? ആന്തരിക വായ്പ ഉണ്ട്, ലിങ്കേജ് വായ്പ. അപ്പം നമ്മൾ ഐക്യമുണ്ട്, അല്ലേ? അതെ, അതാണ്. നമ്മുടെ കുടുംബശ്രീയില് ജാതി മത രാഷ്ട്രീയം ഉണ്ടോ? ഇല്ല. സ്ത്രീകൾക്കിടയില് പിന്നോക്കം നിൽക്കുന്ന, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഒരു സാമ്പത്തിക ഭദ്രത വരുത്തി കൊടുക്കുക എന്നുള്ളൊരു അടിസ്ഥാനം വന്നിട്ടുണ്ട്. പിന്നെ സ്വയം തൊഴിലിനുള്ള അവസരങ്ങൾ, അതായത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്നുണ്ട്. പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തില്
തൊഴിലുറപ്പ് പദ്ധതി, ആ. അത് അതുപോലെ തന്നെ കുടുംബശ്രീ മുഖാന്തരം എന്തൊക്കെയാ വന്നേ? ഹരിതകർമ്മസേന, പിന്നെ തൊഴിലുറപ്പ് പദ്ധതി. ആ, പിന്നെ കുടുംബശ്രീ അംഗങ്ങളും നിർദ്ധരായ കുട്ടികൾക്ക് സ്വയം തൊഴിലിന് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ അഴിമതി മുക്ത സമൂഹം, നാട്ടിലുണ്ടാകുന്ന ചോക്ക് സംസാരിക്കരുത്. ഇത്രയും ജനപങ്കാളിത്തമുള്ള വേറൊരു ക്യാമ്പയിൻ നമ്മൾ തന്നെ കണ്ടിട്ടില്ല. അത്രയ്ക്ക് ജനപങ്കാളിത്തമാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളെ ബ്ലോക്ക് കോർഡിനേറ്റർ ആണ് രശ്മി. അതുപോലെ തന്നെ നമ്മളെ ബ്ലോക്ക് മെമ്പറാണ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും കൂടെയാണ്. നമ്മളുടെ കുടുംബശ്രീ സ്ത്രീകള് ചേച്ചിമാരെല്ലാം ശാക്തീകരിക്കപ്പെട്ടു എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് സത്യത്തിൽ ഇന്നിവിടെ. ഇന്ന് രാവിലത്തെ മഴ കണ്ടപ്പോഴത്തേക്കും ഇന്ന് പങ്കാളിത്തം വളരെ കുറവായിരിക്കും എന്ന് ഞാൻ ചെയർപേഴ്സൺ സഹിതം നമ്മൾ സംസാരിച്ചതാണ്. പക്ഷെ എന്നത്തെ കഴിഞ്ഞ് കൂടുതലാണ് ഇന്നത്തെ പങ്കാളിത്തം. നല്ല സന്തോഷമുണ്ട്. വളരെയധികം ഒത്തിരി ആൾക്കാർ പങ്കെടുത്ത ഒരു പ്രോഗ്രാമാണ് ഇന്ന്. തുടർന്നും ഇതുപോലെ തന്നെ പങ്കാളിത്തത്തിൽ നമ്മൾ നല്ലൊരു വൻ വിജയമാക്കി തന്നെ തീർക്കും ഈ തിരികെ സ്കൂളിലേക്ക് എന്നുള്ളൊരു ക്യാമ്പയിൻ. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന കുടുംബശ്രീ മിഷനും നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പും കൂടെ ചേർന്നാണ് ബാക്ക് ടു സ്കൂൾ അഥവാ തിരികെ സ്കൂളിലേക്ക് എന്നൊരു ബൃഹത്തായ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുള്ളത്. അതിന് വളരെ വലിയ റെസ്പോൺസാണ് നമ്മുടെ കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ പൂതക്കുളം ഗ്രാമപഞ്ചായത്തിൽ വളരെ വളരെ ആവേശത്തോടു കൂടിയാണ് ഓരോ കുടുംബശ്രീ അംഗവും ഈ തിരികെ സ്കൂളിലേക്ക് എന്ന ഒരു ക്യാമ്പയിൻ ഏറ്റെടുത്തിരിക്കുന്നത്. അതിന് പിന്നിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ, ബ്ലോക്ക് കോർഡിനേറ്റർ ഉൾപ്പെടെ, ഒട്ടനവധി പേരുടെ, RP-മാർ ഉൾപ്പെടെയുള്ള ഒട്ടനവധി പേരുടെ പരിശ്രമമുണ്ട്. എന്തായാലും അതൊരു വൻ വിജയത്തിലേക്കാണ് നമ്മുടെ പൂതക്കുളം പഞ്ചായത്ത് ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാനത്താകമാനം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കുടുംബശ്രീ അതിൻ്റെ 25ാമത് വാർഷികം ആഘോഷിച്ച് ചുവട് എന്ന പേരിൽ ഗംഭീരമായി ആഘോഷിച്ചതിൻ്റെ പിറകെയാണ് അടുത്ത ഒരു ക്യാമ്പയിനായിട്ട് നമ്മുടെ കുടുംബശ്രീ മിഷൻ ഈ ഒരു തിരികെ സ്കൂളിലേക്ക് എന്നുള്ളൊരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. തുടർന്നും ലോകത്താകമാനം ഉറ്റുനോക്കുന്ന ഒരു വലിയൊരു പ്രസ്ഥാനമായി നമ്മുടെ ഈ കുടുംബശ്രീ പ്രസ്ഥാനം വളരും എന്ന പ്രതീക്ഷയോടുകൂടി. ഈ ഒരു കെട്ടിടം കണ്ടില്ലേ? ഈ കെട്ടിടവും ഞാനുമായിട്ടൊരു ബന്ധമുണ്ട്. ഞാൻ +1 +2 പഠിച്ച സ്കൂളാണ്. ഈ കെട്ടിടത്തിലാണ് അന്ന് പഠിച്ചത്. നമ്മുടെ +1 +2 ബാച്ച് ഈ കെട്ടിടമായിരുന്നു പൂതക്കുളം സ്കൂളിൽ. സ്കൂള് നല്ല വിപുലമായിട്ടുണ്ട് ഇവിടെ. അത് പിന്നെ അവരെ എടുക്കണ്ടേ നമ്മുടെ കുടുംബശ്രീ? നമ്മുടെ കുടുംബശ്രീയില് അവരെ എടുക്കണ്ടേ? നമുക്കിനി അടുത്തത് കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ക്ലാസ് ഏതാണ്? ക്ലാസ് ഏതാ ആദ്യം? ഇടയ്ക്ക് വേറെ എന്തൊക്കെയോ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്. ഇമ്പോസിഷൻ തരും. അപ്പൊ നമുക്ക് ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലാസ് വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഞങ്ങള് പൂതക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ 5ാം വാർഡിലെ സെമന്തകം എന്ന കുടുംബശ്രീയുടെ അംഗങ്ങളാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തത് ഞങ്ങൾക്ക് നേരത്തെ പണ്ട് ഞങ്ങൾ ഈ സ്കൂളിൽ കൊച്ചിലെ 5ാം ക്ലാസ്സിലൊക്കെ എങ്ങനെ വന്നു ആ ഒരു അനുഭവം തന്നെയാണ് നമുക്ക് തോന്നുന്നത്. എല്ലാവരും കൂടെ ഒരു ഒത്തുകൂടാനും നമ്മൾ വിചാരിച്ചിരുന്നത് പോലെയല്ല, എന്തായിരിക്കും അവിടെ എന്നല്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ അതിൻ്റെ പിന്നെ ക്ലാസ്സിൻ്റെ ചിട്ടവട്ടയൊക്കെ കണ്ടപ്പോൾ നമുക്കത് കുറേ ഉത്സാഹം തോന്നി. വരാത്തവർക്ക് വലിയൊരു നഷ്ടമായിരിക്കും ഇത് എന്ന് നമുക്ക് തോന്നുന്നു. എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. പണ്ട് സ്കൂളിൽ വന്ന അതേ സന്തോഷം ഇപ്പം വന്നപ്പോൾ തോന്നുകയും ചെയ്തു. പണ്ട് സ്കൂളിൽ വന്ന അണക്കില്ല ഇപ്പോഴും തോന്നുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ നമ്മൾ പണ്ട് എങ്ങനെയാണോ സ്കൂളിൽ വന്ന ആ എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ ഓരോ ക്ലാസ് റൂമിൽ ഇരുന്ന് ആ ടീച്ചർ ക്ലാസ് എടുത്തപ്പോഴും നമുക്ക് ആ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. മഴയും ഉണ്ടായിരുന്നു. നല്ല മഴയുമായിരുന്നു. ഇന്നലെ ആണ് നമ്മൾ സ്കൂളിൽ വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് മഴയും നനഞ്ഞുകൊണ്ട് വരുന്നില്ലേ, ആ ഒരു ഫീലിംഗ് ആയിരുന്നു നമുക്ക് ക്ലാസ്സിലോട്ട് കയറിയപ്പോഴത്തേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ക്ലാസ് മുറി, ഇത് ഞാൻ പഠിച്ച എൻ്റെ ക്ലാസ്സാണ്. +2 പഠിച്ച നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ക്ലാസ് റൂമാണിത്. പ്രൊജക്ടറൊക്കെ ഉണ്ട് കേട്ടോ. പണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് പ്രൊജക്ടർ ഇല്ലായിരുന്നു, ഇത് ഇപ്പോൾ വന്നത്. ഇതിപ്പോൾ ഇവർ ഇൻ്റർവെല്ല് വിട്ടിരിക്കുമോ, ഇൻ്റർവെല്ലായി. ആ സമയത്ത് എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങി, നമ്മൾ പണ്ട് സ്കൂൾ കുട്ടികളൊക്കെ നിൽക്കുന്ന കണക്ക്
അതുപോലെ ഇറങ്ങി നിൽക്കുന്ന കാഴ്ചയാണ്. കൊള്ളാമല്ലേ? ഇൻ്റർവെല്ല് കഴിഞ്ഞ് കുട്ടികളൊക്കെ ക്ലാസ്സിൻ്റെ അകത്ത് കയറുക. ടീച്ചറും വന്നു. ഇവിടെ കണ്ടില്ലേ പഴയ ബാക്ക് ടു സ്കൂളിന്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ പറഞ്ഞില്ലേ നെല്ലിക്കയൊക്കെ കഴിക്കുക അവര്. ഉപ്പിലിട്ട നെല്ലിക്ക. നെല്ലിക്ക ഇവിടെ ഇതിനു വേണ്ടി സെറ്റ് ചെയ്തതാണ്. വേറെ കോപ്പിക്കയുടെ മുട്ടായി ഇരിപ്പുണ്ട്. പച്ച നെല്ലിക്ക. ഉളുപ്പുണ്ടോ? എവിടെ കൊണ്ടുപോകണം ബലൂൺ? വീട്ടിൽ കൊണ്ടുപോണ? നെല്ലിക്ക തീറ്റി തീർന്നു. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മുടെ പുതപ്പം സ്കൂളിന്റെ ഏറ്റവും ടോപ്പിലാണ്, മുകളിൽ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു കാഴ്ച കണ്ടു. നമ്മുടെ താഴെ ഇന്റർവെല്ലിനൊക്കെ വിട്ടിരിക്കുക. കുടുംബശ്രീ പ്രവർത്തകരൊക്കെ ഇപ്പം ചായ കുടിക്കാനും എല്ലാം പോയിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ മുകളിലോട്ട് വന്നപ്പോൾ ഇവരിവിടെ നാടകത്തിന്റെ പ്രാക്ടീസ് നടക്കും. ഇവിടുത്തെ 9ാം ക്ലാസ്സിലെ കുട്ടികൾ. അപ്പുറത്തെ അമ്പലത്തിൽ പായസം കൊടുത്തു, അത് വാങ്ങിച്ചോണ്ട് വരുക. സെയിം നമ്മളും പഠിക്കുമ്പോൾ ഇത് കണക്കായിരുന്നു. അവിടെ ഈ സമയത്ത് പായസം കൊടുക്കും, ഇന്റർവെല്ലിലൂടെ പോയി വാങ്ങിച്ചോണ്ട് വരുമായിരുന്നു. ഇപ്പം ഇന്റർവെല്ലിന്റെ ബെല്ലടിച്ചതേ ഉള്ളൂ. അപ്പുറത്ത് പായസത്തിന് അനൗൺസ് ചെയ്തു. കുടുംബശ്രീക്കാരൊക്കെ അവിടെ പോയി പായസമൊക്കെ വാങ്ങിച്ച് കുറച്ച് പേര് അതൊക്കെ കുടിച്ചിട്ടാണ് വന്നത്. ഇത് കണക്ക് ഇവിടെ പഠിക്കുന്ന സമയത്ത് അവിടെ അമ്പലത്തിൽ പായസത്തിന് അനൗൺസ് ചെയ്യുമ്പം നമ്മൾ ഇന്റർവെല്ലിൽ വിടുമ്പം പോയി പായസമൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ട് വരാറുണ്ട്. അല്ലെങ്കിൽ ഗ്ലാസ്സിലേക്ക് വാങ്ങിച്ചോണ്ടൊക്കെ വരും. അതൊക്കെ ഒരു രസവും നല്ലൊരു കാലഘട്ടവുമായിരുന്നു. അപ്പം അതൊക്കെ ഓർമ്മിച്ചെടുക്കാൻ ഇതൊരു അവസരമായി. അപ്പം ഇതിൻ്റെ ഇനിയും വരും കാഴ്ചകൾ ഇനിയും ഉണ്ട്. നവംബർ 5-ാം തീയതി ഇതിൻ്റെ ഫൈനലാണ്. എന്ന് വെച്ചാൽ ഇത് കണക്ക് ഈ പുതക്കുളം പഞ്ചായത്തിലെ കുറച്ച് കുടുംബശ്രീ പ്രവർത്തകർ മാത്രമാണുള്ളത്. എല്ലാവരും കൂടി ചേർന്ന് ഈ പുതക്കുളം പഞ്ചായത്തിൽ തന്നെ ഈ ഏരിയ മാത്രമല്ല മൊത്തത്തിൽ നവംബർ 5-ാം തീയതി ഇവിടെ ഒത്തുകൂടുന്നുണ്ട്. ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫൈനൽ സെലിബ്രേഷൻ. അപ്പം നമുക്ക് അതും കാണാം. അത് ഉടനെ വരും. അപ്പം ഏതായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇറ്റ്സ് മീ സുകേഷ് കുമാരൻ, സൈനിങ്.